ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കച്ചറകൾ കടക്കണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു തട്ടിക്കൊട്ടൽ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. സംഭവം തട്ടിക്കൊട്ടൽ വിശേഷങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിക്കോളൂ, പക്ഷേ പകുതി മുക്കാലും കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഒരു വീഡിയോ എടുത്താൽ ഇപ്പം എന്താ, വീഡിയോ എടുത്തൂടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് അടുക്കി പെറുക്കി വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇപ്പൊ ചെയ്യണത് എന്താ വെച്ചാല് ഇൻഷന്റെ വള വള എന്നധികമല്ല, ഇൻഷ അധികം വള മേടിക്കലില്ല. അതായത് കമ്മല്, കൺമഷി, അങ്ങനത്തെ ഒക്കെ ഓരോ കുന്ത്രത്താനങ്ങളൊക്കെ ഇട്ട പെട്ടി പൊട്ടിയതാണ്. ആ പെട്ടി പൊട്ടിയപ്പോ ഉണ്ടായാലും നിറച്ച് പിന്നി, അതായത് മുട്ടുസൂചി കയ്യമ്മ കുത്തിയിട്ട് നോക്കുമ്പോഴാണ് അതിൽ മറ്റേ ബോൾ പിന്ന് കിടക്കണത്. അപ്പൊ ഞാൻ ഇന്റെ കയ്യമ്മ കുത്തിയെ നമ്മൾ സഹിച്ചും, പിന്നെ ഇനി ഓളതിൽ കൈയിട്ടെങ്ങാണ്ട് കുത്തണ്ടല്ലോ എന്ന് ചെയ്തിട്ട് അതൊക്കെ പെറുക്കിയേക്കാനും ഇതാക്കാനൊക്കെ നിന്നുട്ടോ. അങ്ങനെ ഓരോന്ന് ചെയ്തും കൊണ്ട് കണ്ടോ. അനക്ക് എന്താ അത്ര പണി? അതിൻ്റെ ഉള്ളിൽ എന്താ ഇപ്പൊ അത്ര തോനെ പണി? പിന്നെ ഈ ഒറ്റക്കല്ലേ, അനക്ക് എന്താ പെട്ടെന്ന് പണി ഒരുക്കിക്കൂടെ, അനക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ എന്നൊക്കെ പറയുന്നവരോടാണ് കേട്ടോ. ഒരു ഞായറും ശനി ഉണ്ടാവുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഓരോ പണികൾ ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ പണികളില്ലെങ്കിലും 2-3 ദിവസത്തെ ഉണ്ടാവും തിരുമ്പാൻ തന്നെ. അപ്പൊ പിന്നെ അമ്മക്കൊക്കെ നിൽക്കുമ്പോൾ ഒരു വരെ ആകുമ്പോൾ അതിലുള്ള പണികളൊക്കെ എടുക്കണ്ടേ. പിന്നെ ഒരാളല്ലേ ഉള്ളൂ, ഈ പറയുന്ന ആൾക്കാരൊന്നും ഇത് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഓരോന്ന് അടുക്കി പെറുക്കി നനച്ചു കുളിച്ച് എന്നൊക്കെ പറയില്ലേ, നനച്ചിട്ടില്ല എന്നുള്ളൂ, കുളിച്ചു ആകെ വലിച്ചു നിരത്തി ഇട്ടുകൊണ്ടോ. ഒക്കെ വലിച്ചിട്ടപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, റബ്ബേ ഇതൊക്കെ പാടതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പെരുന്നാളൊക്കെ വലിയ വരുന്നത്, അപ്പൊ ഒന്ന് നനച്ച് കുളിച്ചാലോ വിചാരിച്ചങ്ങാണ്ട് വലിച്ചിട്ടതാണ്. വലിച്ചിട്ടതുള്ള ഓർമ്മ, പിന്നെ എടുത്തേക്കണ മടി കാരണം ഇങ്ങനെ ആലോചിച്ച് കുറച്ചു നേരം കുത്തിരുന്നു. എന്താ റബ്ബേ ഇതൊക്കെ പട കാട്ടുകാന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഓരോന്ന് തുടച്ചങ്ങാണ്ട് ഉള്ളിൽ തന്നെ, കബോർഡിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടോ. നോമ്പിന് തട്ടിയതായിരുന്നു കബോർഡിന്റെ ഉള്ളൊക്കെ, പിന്നെ ഇപ്പൊ തട്ടുണ്ട്. നോമ്പിന് നമ്മൾ നെഞ്ചുള്ളി നിറങ്ങാണ്ട് അങ്ങനെ ഇതില് ഓളത്തിൽ അങ്ങനെ എടുത്തു പോകും. പക്ഷെ പിന്നെ എപ്പോഴാണ് തട്ടുന്നത്, തട്ടാന് പുതില്ലായിട്ടല്ല, അതിനുള്ള ടൈം ഇല്ലായിട്ടാണ്. ഈ ഒരു ശനി ഞായറും വരും, അപ്പൊ ഇവിടെ തന്നെ വേറെയുള്ള പണികൾ തന്നെ ഉണ്ടാവും വേണ്ടില്ല ഓര്. അപ്പൊ പിന്നെ അതിനൊന്നും നിൽക്കൂല കേട്ടോ. അങ്ങനെ ഓര് രണ്ടാളും തല്ലുകൂടി വന്നതാട്ടോ എൻ്റെ അടുത്തേക്ക്. തല്ലുകൂടി വന്ന് പിന്നെ ആ തല്ല് പിരിച്ചു വിട്ട് വീണ്ടും ഞാൻ എന്റെ പണി തുടങ്ങിട്ടോ. ഞാൻ കബോർഡിന്റെ നെറു കയറി. അവിടെ ഞങ്ങൾ രണ്ടാളും ഫ്രെയിം ഉണ്ടായിരുന്നു, കല്യാണ ഫ്രെയിം. അപ്പൊ അത് എടുത്തുകൊണ്ട് തുടക്കണ്ടോ. അവിടെ നോക്കുമ്പോ നല്ലോണം പൊടിയുണ്ട്, നല്ല നല്ല പൊടിയുണ്ട്. അത് ഇങ്ങനെ കാണുമ്പോൾ പൊടി ഇല്ലാന്ന് തോന്നും, പക്ഷെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല പൊടിയുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ അതോളൊക്കെ വലിച്ചിട്ടുങ്ങാണ്ട് അതൊക്കെ തുടച്ച് ശരിയാക്കി വെക്കണം കേട്ടോ. ആശിന്റെ തട്ടിലൊന്നും അധികം വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആശി ഇടക്കിടക്ക് തട്ടിക്കൊട്ടുക കൊണ്ടേ ആശിന്റെ തട്ടിലൊന്നും അധികം വലിയ മടക്കി വെക്കാനും ഇതാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കിടക്കുന്ന തുണികൾ ഒന്നും എടുത്തങ്ങാണ്ട് മടക്കി വെക്കാനാണ് ഉണ്ടായിരുന്നത്. പണിയുള്ള തട്ടുകൾ ഏതാണ്? ഇന്റതും ഇഞ്ചമോളത് തന്നെ. ഇന്ത്യയിലും ഇഞ്ചമോളത് എത്ര മടക്കി ചുറ്റും നിൽക്കണില്ല തുണികള്. അങ്ങനെ കുറേ വലിച്ചിട്ടും കുറെ ഒഴിവാക്കാണ്ടായിരുന്നു, കീറിയതൊക്കെ ഇഞ്ചമോൾ കുറെ കീറിയതുണ്ടായിരുന്നു. അത് കുറെ ഒഴിവാക്കാനും ഇതാക്കലും പിടിച്ചിലൊക്കെ പാടായിട്ടും അങ്ങനെ കബോർഡിന്റെ നെറുത്തെ തട്ടുകളൊക്കെ തുടച്ച് ഇറക്കല് കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറേ കബോർഡിന്റെ ഉള്ളില് മേലൊരു തട്ടുണ്ട്, അത് അധികാരം കാണൂലാതെ ചിലത് അതിന്റെ ഉള്ളിലാണ്. അത് അതിൽ കുറേന്ന് വെച്ചാല് ഞങ്ങള് മേടിച്ച ഫോണിന്റെയും, അതായത് എല്ലാതും ആയിക്കോണു. ഇനിയിപ്പൊ അവർക്ക് വരാനുള്ളത് ഒരു ക്യാമറന്റെ പെട്ടിയും കൂടി ഉള്ളൂ, അല്ലാതെ എല്ലാ പെട്ടികളും ഉണ്ട് അവിടെ. ഒരുവിധമുള്ള എല്ലാ പെട്ടികളും ഉണ്ട്. ഫോണിന്റെ പെട്ടികള്, മൈക്കിന്റെ പെട്ടി, പിന്നെ ഇമ്പലിന്റെ പെട്ടി, എല്ലാ പെട്ടിയുണ്ട്. ട്രൈപോഡിന്റെ പെട്ടി ഉണ്ട്. ഇനിയിപ്പൊ അവർക്ക് വരാനുള്ളത് ഒരു ക്യാമറന്റെ പെട്ടിയും ഒരു, അതിന്റെ പൂതി പറയണ്ട. ഇത് വലിയ ആളായിട്ട് പറയാൻ നിങ്ങൾ കരുതരുത്, കരുതുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെ ഒരു മാക്കിന്റെ പെട്ടി അവിടെ വരാനുണ്ട്. ഇൻഷാ അള്ളാ എന്തിനൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതാ ഞാൻ അങ്ങനെ തട്ടിക്കൊട്ടി. ഇത് കേൾക്കണ ആൾക്കാർക്ക് ഇത് കേൾക്കണോട്ട് വിചാരിക്കും എനിക്ക് പിരാന്താണെന്നുള്ളത്. എഴുതണ പോലെ അങ്ങനെ എഴുതട്ടെ, നമ്മളെ ആഗ്രഹം നമുക്ക് പറഞ്ഞൂടെ. അങ്ങനെ ഞാൻ കബോർഡിൽ നിന്ന് കുറച്ച് നോട്ട് മാറുന്നിട്ട് നമ്മളെ ജനാതിൽമക്ക് എത്തിട്ടോ. തുടക്കല് ജനാതിൽമ അധികം വലിയ പൊടിയൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ വെറുതെ വീശിയാൽ മതി. ഈ ഇതുമ്മ ഇടക്കിടക്ക് ഞാൻ തുടക്കാകൊണ്ട് ഇതുമ്മ വലിയ പൊടിയില്ല. പൊടി ഉള്ളത് ഇതായി ഉള്ളത്തെ ജനാതിലാണ്. അങ്ങനെ അതുകളൊക്കെ തട്ടിക്കൊട്ടലും തുടക്കലും പുടിച്ചലും ഒക്കെ കഴിഞ്ഞിതാ. ഇപ്പോഴത്തെ ജനാതിൽ തുറന്നിട്ടില്ല ചിലതുമേ അധികം പൊടി ഉണ്ടാവില്ല. ഇത് ഞാൻ ഇടക്ക് തുടക്കലുണ്ട്. പക്ഷെ ആ മൂലക്കത്തെ ജനാതിലിനാണ് തുടക്കൽ കമ്മി എന്ന് വെച്ചാല് അതിന്റെ ഒരു ദിവസം എന്റെ കൈ അവിടുന്ന് മുറിയായി. അപ്പൊ പിന്നെ ആ ജനാതിലിനോട് കീറാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടോ? എനിക്ക് അങ്ങനെ ഉണ്ടോ, എവിടുന്നേലും എനിക്ക് മേത്ത് പരിക്കേറ്റിയാ പിന്നെ അതിനോടൊരു പ്രത്യേകത ഈറുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കാട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് പിരാന്താണ് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചത് ഞാൻ ഇങ്ങനെയാണ്. ഞാൻ അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറച്ചിലില്ല. അതിന്റെ ഇടയിൽ ഇഞ്ചമോളല്ല,
ഇഞ്ചിമോളോ അവൻ്റെ പിന്നാലെ വന്നതാണ്. സാനു വന്നിട്ടോ, സാനു എന്തിനാ വന്നിന്നല്ലേ, എനിക്ക് വെള്ളം കൊണ്ട് വന്നതാണ് കേട്ടോ. എൻ്റെ കുട്ടി നന്നായി വെള്ളം കലക്കിയിട്ട് എനിക്കത് കൊടുന്നു തന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എൻ്റെ കുട്ടിക്ക് ഞാൻ അറിയാം, ഞാൻ കുഴങ്ങിയിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഇതാ എല്ലാ തട്ടലും കൊട്ടലും പുടിച്ചലും മാറാട്ടലും അടക്കം കഴിഞ്ഞതാ അടിച്ചു വാരാണ് കേട്ടോ. അടിച്ചു വാരല് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകാൻ. ഓരോ സ്വീകരണ സ്ഥലങ്ങളല്ലേ നമുക്ക് പെണ്ണുങ്ങൾക്കുള്ളത്. അങ്ങനെ എത്ര അടിച്ചു വരിയിട്ടും അങ്ങോട്ടും അടിച്ചുമ്പോ ഇങ്ങോട്ടന്നെ ഊര കേട്ടോ. ചപ്പ അവിടെ തന്നെ കുത്തിരിക്കുന്നുണ്ട്. വേറെ കാര്യം, കവറിലുണ്ടോ ചപ്പിരിക്കുന്നത്? ചപ്പല്ല, ഒഴിവാക്കാനുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടത്. അങ്ങനെ അതാ ഓരോന്ന് അടുക്കി പെറുക്കി അങ്ങനെ മക്കളെ അതൊക്കെ കഴിഞ്ഞാണ്ട് ഇവിടെ നിന്ന് തട്ടിക്കൊട്ടി, അതായത് ബെഡ്ഷീറ്റ് ഒന്ന് നേരങ്ങത്തിലാക്കിങ്ങാണ്ട് ഞാൻ അത് വിരിക്കാൻ വേണ്ടി നിന്നിട്ടോ. അതാണ് വിരിച്ചിട്ട് കഴിഞ്ഞാലുള്ളൂ ഇവിടെ സമാധാനം ഉണ്ടാവുള്ളൂ. സമാധാനം എന്ന് വെച്ചാൽ ആശി വരുമ്പത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നിട്ടില്ലെങ്കിൽ ആശിനെ തൊള്ളി ഇരിക്കണം ഇവനൂ കേൾക്കേണ്ടി വരും. ആശി കട കടന്നുറങ്ങേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ നിന്നുങ്ങാണ്ട് ഓരോ പണികൾ കറക്റ്റ പൊന്തിച്ചുകാണ്ടൊക്കെ പണി കബോർഡും ജനാദിലൊക്കെ തുടക്കാൻ നിന്നാല് ആശിന് തൊള്ളിയിരിക്കണം ഇവനൂ കേൾക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നേരെ കട്ടിലൊക്കെ വിരിച്ച് ശരിയാക്കിയിട്ടിങ്ങാണ്ട് അവിടെ എത്ര അടിച്ചിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്ര അടിച്ചിട്ടും അങ്ങോട്ടാണ് അടിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങോട്ടാണ് പറയും വരും. അപ്പൊ അതാ വേസ്റ്റൊക്കെ ഞാൻ പെറുക്കി അവിടുന്ന് ഞാൻ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞാണ്ട് പോരാണ് ട്ടോ മുത്തുമണികളെ. അപ്പൊ എന്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും, ലൈക്കും കമന്റും ഒക്കെ ചെയ്യട്ടോ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.